ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിൽ 61% പോളിംഗ്. 486 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. ഗുജറാത്തിലെ രാജ്കോട്ട് TRP ഗെയിം സോണിലെ തീപിടുത്തത്തിൽ മരണസംഖ്യ 26ആയി. സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. റെമൽ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി ഇന്ന് പശ്ചിമബംഗാൾ, ബംഗ്ലാദേശ് തീരങ്ങളിൽ പതിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ മഴ തുടരും. പായൽ കബാഡിയയുടെ ഹിന്ദി മലയാള ചിത്രം ഓൾ വി ഇമാജിനാസ് ലൈറ്റിന് 77ാം കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പുരസ്കാരം. ഹജ്ജ് യാത്രയ്ക്ക് കോഴിക്കോട് നിന്നുള്ള വിമാനക്കൂലി കുറയ്ക്കുന്നതിന് സാധ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ്. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിൽ 61%-ലധികം പോളിംഗ്. ഇന്നലെ രാത്രി 11:30 ലഭ്യമായ വിവരമാണിത്. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളിലാണ് 6ാം ഘട്ടത്തിൽ ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. ഒരു റിപ്പോർട്ട്. ബീഹാറിൽ 55%, ഹരിയാനയിൽ 60%, ജാർഖണ്ഡിൽ 64%, ഡൽഹിയിൽ 58% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഒഡീഷയിൽ 69%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഉത്തർപ്രദേശിൽ 54%, പശ്ചിമബംഗാളിൽ 79% പോളിംഗ് രേഖപ്പെടുത്തി. ജമ്മുകശ്മീരിലെ അനന്ത്നാഗ്, രജൌരി മണ്ഡലത്തിൽ 54%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. ഇത് കഴിഞ്ഞ 35 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗാണ്. 889 സ്ഥാനാർത്ഥികളാണ് 6ാം ഘട്ടത്തിൽ ജനവിധി തേടിയത്. അതേസമയം 3ാം ഘട്ടത്തിൽ ഒഡീഷ നിയമസഭയിലെ 42 സീറ്റുകളിലേക്ക് ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ 70%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. ഇതോടെ ആകെയുള്ള 543 സീറ്റുകളിൽ 486ലും വോട്ടെടുപ്പ് പൂർത്തിയായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിനായുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രധാന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലെയും 57 മണ്ഡലങ്ങളിലേക്കാണ് 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. ജൂൺ 1 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 904 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ ബീഹാറിലെ പാട്ലിപുത്ര, കാരാക്കാട്ട്, ബക്സർ, ഉത്തർപ്രദേശിലെ ഗാസിപൂർ എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തി. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷാ ഹിമാചൽ പ്രദേശിലെ ഹമീർപൂർ മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തിയത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പഞ്ചാബിലെ അമൃത്സറിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വാരാണസിയിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഹിമാചൽ പ്രദേശിലും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് പഞ്ചാബിലുമാണ് പ്രചാരണം നടത്തിയത്. ബഹുജൻ സമാജ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ മായാവതി ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ റാലിയെ അഭിസംബോധന ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റെമൽ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി ഇന്ന് പശ്ചിമബംഗാൾ, ബംഗ്ലാദേശ് തീരങ്ങളിൽ പതിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശ്, ബംഗാൾ എന്നിവിടങ്ങളിലെ സാഗർ ഐലൻഡിനും ഖേപ്പുപാറയ്ക്കുമിടയിലൂടെ ചുഴലിക്കാറ്റ് കരതൊടും. വൈകുന്നേരത്തോടെ ഇത് ബംഗ്ലാദേശിന്റെ തെക്കൻ ജില്ലകളിൽ ആഞ്ഞടിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് രാത്രി മുതൽ പ്രദേശത്ത് കനത്ത മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും തുടരുന്നതിനാൽ കേരള തീരത്തുനിന്ന് കടലിൽ മീൻ പിടിക്കാൻ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണം. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാൽ കേരള, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, കൊങ്കൺ, ഗോവ, വിദർഭ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. പായൽ കബാഡിയയുടെ ഹിന്ദി മലയാളം ചിത്രം ഓൾ വി ഇമാജിനാസ് ലൈറ്റിന് 77ാം കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഗ്രാൻഡ് പ്രീ പുരസ്കാരം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമയെന്ന ചരിത്ര നേട്ടവും ചിത്രം സ്വന്തമാക്കി. ആദ്യമായാണ് ഇന്ത്യൻ സംവിധായകയ്ക്ക് ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിക്കുന്നത്. 80% മലയാള ഭാഷയിലുള്ള ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചത് മലയാളികളായ കനീകുസൃതിയും ദിവ്യപ്രഭയുമാണ്. ലോക പ്രശസ്ത സംവിധായകരുടെ 22 സിനിമകളോട് മത്സരിച്ചാണ് മികച്ച 2ാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം ഈ സിനിമ നേടുന്നത്. ഹജ്ജ് യാത്രയ്ക്ക് കോഴിക്കോട് നിന്നുള്ള വിമാനക്കൂലി കുറയ്ക്കുന്നതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സാധ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ്. കൊച്ചി വിമാനത്താവളത്തിൽ 1 ലക്ഷം ചതുരശ്ര അടിയിൽ ഒരുക്കിയിരിക്കുന്ന ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന്
ഉച്ചയ്ക്ക് 12 മണിക്ക് 279 ഹാജിമാരുമായി കൊച്ചിയിൽ നിന്ന് ആദ്യ വിമാനം പുറപ്പെടും. അടുത്ത മാസം 9 അവസാനിക്കുന്ന രീതിയിൽ 16 സർവീസുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 4474 പേരാണ് കൊച്ചി വിമാനത്താവളം വഴി ഇക്കുറി ഹജ്ജിന് പോകുന്നത്. ഇന്ത്യൻ നാവിക കപ്പലായ INS കിൽട്ടന് ബ്രൂണയിൽ ഊഷ്മള സ്വീകരണം. ദക്ഷിണ ചൈന കടലിലേക്ക് ഇന്ത്യൻ നാവികസേനയുടെ കിഴക്കൻ കപ്പൽപ്പടയെ വിന്യസിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ഇന്ത്യയും ബ്രൂണയും തമ്മിലുള്ള സൌഹൃദവും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് സംയുക്ത നാവിക അഭ്യാസം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഗുജറാത്തിലെ രാജ്കോട്ട് TRP ഗെയിം സോണിലെ തീപിടുത്തത്തിൽ മരണസംഖ്യ 26ആയി. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിനും കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. ദുരന്തബാധിതർക്ക് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ധനസഹായം പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളിലേക്ക്. രാജ്കോട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ഗുജറാത്ത് സർക്കാർ പ്രഖ്യാപിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. സംഭവം വേദനാജനകമാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അറിയിച്ചു. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകുമെന്ന് DGP അറിയിച്ചു. അവധിക്കാലം ആഘോഷിക്കാൻ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ എത്തിയ രാജ്കോട്ടിലെ പ്രധാന ഗെയിം സോണിലാണ് ഇന്നലെ വൈകിട്ടോടെ വൻ തീപിടുത്തമുണ്ടായത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. രാജ്കോട്ടിലെ ഗെയിമിംഗ് സോണിലുണ്ടായ തീപിടുത്തത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതിൽ അതീവ ദുഃഖമുണ്ടെന്ന് രാഷ്ട്രപതി തന്റെ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. IPL ക്രിക്കറ്റ് 17ാം സീസൺ ഫൈനലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. 3ാം കിരീടം ലക്ഷ്യമിട്ടാണ് കൊൽക്കത്ത കളത്തിലിറങ്ങുന്നത്. ഹൈദരാബാദ് നേരത്തെ ഒരു തവണ കിരീടം നേടിയിട്ടുണ്ട്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് ഇന്ന് തുടക്കം. ഇടവേളയ്ക്ക് ശേഷം ഗ്രാൻഡ്സ്ലാം കോർട്ടിൽ തിരിച്ചെത്തുന്ന സ്പാനിഷ് താരം റാഫേൽ നദാലിന്റെ അവസാന ഫ്രഞ്ച് ഓപ്പൺ ആയിരിക്കും ഇതെന്നാണ് റിപ്പോർട്ട്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവാണ് ആദ്യ മത്സരത്തിൽ നദാലിന്റെ എതിരാളി. ഇന്ന് ഉച്ചതിരിഞ്ഞാണ് നദാലിന്റെ മത്സരം. അമ്പെയ്ത്ത് ലോകകപ്പ് വനിതകളുടെ കോമ്പൌണ്ട് ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ജ്യോതി സുരേഖ വെന്നം, പർമീത് കൌർ, അദിതി സ്വാമി എന്നിവരടങ്ങുന്ന കോമ്പൌണ്ട് ടീമാണ് തുർക്കിയെ 232-226 തോൽപ്പിച്ച് സ്വർണം നേടിയത്. കോലാലംപൂരിൽ നടക്കുന്ന മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ഫൈനലിൽ പ്രവേശിച്ചു. തായ്ലൻഡ് താരത്തെ പരാജയപ്പെടുത്തിയാണ് സിന്ധുവിന്റെ മുന്നേറ്റം. ഈജിപ്ത്, ഖത്തർ, US എന്നിവയുടെ മധ്യസ്ഥതയിൽ അടുത്തയാഴ്ച ഹമാസുമായി ബന്ദി ഇടപാട് സംബന്ധിച്ച് ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇസ്രായേൽ സമ്മതിച്ചതായി ഇസ്രായേൽ TV റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ പാരീസിൽ നടന്ന യോഗത്തിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവി ഡേവിഡ് ബാർണിയ, US സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ ഡയറക്ടർ വില്യം ബേൺസിനും ഖത്തർ പ്രധാനമന്ത്രിക്ക് മുൻപാകെ ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് അംഗീകരിച്ച പുതിയ നിർദ്ദേശം മുന്നോട്ടുവച്ചു. വരാനിരിക്കുന്ന ചർച്ചകൾ ഈജിപ്തും ഖത്തറും നയിക്കുമെന്നും ഇത് അമേരിക്കയുടെ സജീവ പങ്കാളിത്തത്തോടെയായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഛത്തീസ്ഗഡിൽ ബസ്തർ ഡിവിഷനിലെ ബിജാപൂർ ജില്ലയിൽ 33 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. ഇവരിൽ 3 മാവോയിസ്റ്റുകളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ വീതം പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. CRPF DIGക്കും ജില്ലാ പോലീസ് സൂപ്രണ്ടിനും മുമ്പാകെയാണ് മാവോയിസ്റ്റുകൾ കീഴടങ്ങിയത്. കീഴടങ്ങിയവർക്ക് സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ നയമനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ നൽകി. ബഹിരാകാശ മേഖലയിലെ വ്യവസായ പ്രമുഖരുമായും സംരംഭകരുമായും കൂടിക്കാഴ്ച നടത്താൻ ഇന്ത്യയിലെ US അംബാസിഡർ എറിക് ഗാർസെറ്റി ബംഗളൂരുവിലെത്തി. US കോൺസലിനോടൊപ്പം അദ്ദേഹം ISRO ചെയർമാൻ S സോമനാഥുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബഹിരാകാശ സഹകരണം ചർച്ച ചെയ്തു. തുടർന്ന് വ്യവസായ പ്രമുഖരുമായും അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഇന്ത്യയുടെ അംഗങ്ങളുമായും US അംബാസിഡർ ആശയവിനിമയം നടത്തി. US ഇന്ത്യ വാണിജ്യ ബഹിരാകാശ സഹകരണ കോൺഫറൻസിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തി. സംയുക്ത ബഹിരാകാശ പര്യവേക്ഷണം, ഉപഗ്രഹ വിക്ഷേപണം, ബഹിരാകാശ യാത്രികർക്കുള്ള പരിശീലനം എന്നിവ കേന്ദ്രീകരിച്ചുള്ള ബഹിരാകാശ വ്യവസായ സംഗമം എന്ന നിലയിൽ കോൺഫറൻസ് ശ്രദ്ധ നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിൽ 61%-ലധികം പോളിംഗ്. 486 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. ഗുജറാത്തിലെ രാജ്കോട്ട് TRP ഗെയിം സോണിലെ തീപിടുത്തത്തിൽ മരണസംഖ്യ 26ആയി. സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. റെമൽ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി ഇന്ന് പശ്ചിമബംഗാൾ, ബംഗ്ലാദേശ് തീരങ്ങളിൽ പതിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ മഴ തുടരും. പായൽ കബാഡിയയുടെ ഹിന്ദി മലയാള ചിത്രം ഓൾ വി ഇമാജിനാസ് ലൈറ്റിന് 77ാം കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പുരസ്കാരം. ഹജ്ജ് യാത്രയ്ക്ക് കോഴിക്കോട് നിന്നുള്ള വിമാനക്കൂലി കുറയ്ക്കുന്നതിന് സാധ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് സംസ്ഥാന വ്യവസായ മന്ത്രി P രാജീവ്. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.